ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗ് പോലെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്, ഇവിടെ വണ്ടല്ലൂർ സൂല്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കുറേ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം എടുക്കണ്ട വിചാരിച്ചു. അതുകൊണ്ടാണ് വീഡിയോ എന്താ പറയണ്ടേ, സൂലേക്ക് വരുന്ന വീഡിയോ അങ്ങനെ വറുത്തെടുക്കാഞ്ഞത്. അപ്പം ഇവിടെ ഒരു പാർക്കുണ്ട്. നമ്മളിതുവരെ വന്നിട്ട് ഈ പാർക്കിലേക്ക് കയറിയിട്ടില്ല. നമ്മൾ നേരെ കുറേ 5 കിലോമീറ്ററോളം നടക്കാനുണ്ട് ഉള്ളിൽ. ഭയങ്കര വലിയ പാർക്കാണ്. അപ്പം അതുകൊണ്ട് ഭയങ്കര വലിയ സൂവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറാറേ ഇല്ല. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത് അടച്ചിട്ടുണ്ടാവും. പിന്നെ ആദൂനെയും കൊണ്ട് ഈ പാർക്കിലേക്ക് വരാൻ അത്യാവശ്യം വലിയ പാർക്കാണ്, അടിപൊളിയാണ്. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ ബാക്കി കാര്യം നമുക്ക് പോകുമ്പോൾ കണ്ട അടിപൊളി കുറേ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് ഇവിടെ. ആനയെല്ലാം ഉണ്ട്, ആന. അതും നല്ല തിരക്കുണ്ട്. അതൊരു ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മറ്റുള്ളവർ കളിക്കുമ്പോൾ കളിക്കാനും ഇതിനകത്തൊക്കെ കയറാനൊക്കെ. പക്ഷെ അവനായിട്ടില്ലല്ലോ, ഭയങ്കര ചെറുതാണ്. പിന്നെ അവൻ കയറുന്ന റൈഡിൽ വലിയ കുട്ടികളുണ്ടാവും, അവർക്ക് സ്പീഡിലൊക്കെ ആ റൈഡിൽ ഇരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ. അപ്പോൾ അധികമൊന്നും ഇരുത്തിച്ചിട്ടില്ല, കുട്ടിയുടെ വേഗം തന്നെ എടുത്തു. പിന്നെ എന്താ പറയുക, അവിടെ നല്ല റഷും കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ കുട്ടികളായതുകൊണ്ട് ഇഷ്ടംപോലെ കുട്ടികളും കാര്യങ്ങളും വന്നിട്ട്, പിന്നെ ഈ സൂവിലെല്ലാവർക്കും അങ്ങനെ നടക്കാൻ പറ്റുന്നില്ലല്ലോ കുട്ടികളെ കൊണ്ട്. അപ്പോൾ അവരിവിടെ വെയിറ്റ് ചെയ്യും, ബാക്കിയുള്ളവർ പോയിട്ട് വരും, അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരുന്നു ഇത്ര തിരക്ക്. നമ്മൾ ആദ്യമായിട്ട് ഈ ഏരിയയിലോട്ട് വരുന്നത്. പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീറ്റില്ലാത്ത പ്രശ്നമൊന്നുമില്ല. പിന്നെ എല്ലാവരും അങ്ങനെ കയറി ഇടപെടുന്നതല്ലല്ലോ. അവിടെ സൂവിലേക്ക് എൻട്രി ഉള്ളവരെ മാത്രമേ ഇങ്ങോട്ടേക്ക് കയറ്റി വിടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർ നല്ല വൃത്തിക്ക് കൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഫുൾ ആൾക്കാരാണ്. ആക്ച്വലി ഇതിൽ പാർക്കിൽ സെപ്പറേറ്റ് എൻട്രി ഇല്ല, നമ്മൾ സൂവിൽ വരുന്നതൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇത്ര നല്ല അടിപൊളി പാർക്കുണ്ടാകുന്നു. കുട്ടികളെയും കൊണ്ടുവരുന്നവർക്കുള്ള അടിപൊളി അല്ലേ, കുറേ സാധനമുണ്ട്. അതിന് കാരണോ അതോ ഇപ്പം എന്തായാലും ആദൂന് അങ്ങനെ എന്താ പറയുക, എല്ലാത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടും ഇതാക്കാത്തതുകൊണ്ടും ഭയങ്കര സൈലൻ്റ് ആയിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പോക്കറിയായിരിക്കും. അപ്പോൾ അവനെ ഇപ്പം നമ്മൾ പിടിച്ചിട്ടല്ലേ എല്ലാത്തിലും കയറാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം ആവേശം കാണിക്കുന്നില്ല, പക്ഷെ എല്ലാം നോക്കുന്നില്ലുണ്ട്. പക്ഷേ ഇവനെ ഈ പുറത്തിങ്ങനെ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അതുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്ത് പോയിക്കോളും, അങ്ങനെ അത് വാശി പിടിക്കൊന്നുമില്ല. പക്ഷേ ഇനി ഒരു ഇൻഡോറിൽ, അതായത് മോളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റൈൽസിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പോക്കറിയാണ്, ഒരേ ഓട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ കുറേ കുട്ടികളെയൊക്കെ കണ്ടതുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഈ എന്താ പറയണ്ട, ഇതിനകത്താകുമ്പം വീണ് പോകുമല്ലോ, കൈ ഉരഞ്ഞു. അതുകൊണ്ട് ഞാൻ കൈ ഇങ്ങനെ ഇതാക്കി പിടിച്ചിട്ടുള്ളത്. പിന്നെ അവനെ ഇരുത്താൻ പറ്റുന്ന റൈഡിലെല്ലാം കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അവനൊരു പേടിയല്ല, അങ്ങനെ എന്താ പറയുക, ഭയങ്കര സൈലൻ്റാണ്. പക്ഷേ ഇങ്ങനെയൊന്നുമല്ല, ആൾ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ ഈ പുറത്ത് പോയതുകൊണ്ടായിരിക്കും ഇങ്ങനെ. ഇനിയിപ്പം നമ്മൾ ഈ ഒരു കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മഴയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഇതിനകത്ത് കയറ്റുമ്പോൾ പെട്ടെന്ന് വീഴാൻ പോയി. ഞാനും പേടിച്ചു പോയി, പക്ഷേ പിടുത്തം കിട്ടിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ അതിലേക്ക് കയറുവാണ്. എല്ലാത്തിനും ഒരു പേടിയുണ്ട്, പക്ഷേ അവന് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പ വീണേനെ വീഴാൻ നോക്കി, ഭാഗ്യത്തിൽ വീണിട്ടില്ല. കുറച്ചും കൂടി വലുതായിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിപ്പോൾ കുഞ്ഞല്ലേ, വലുതായിട്ടുള്ള ഇട്ട് കൊടുത്തിന്. നോക്കണേ, കൈ പിടിക്കുവാവേ. അത് വലിയ ആളായി പോയി, നടക്കുന്നെല്ലാം ഉണ്ട്. വലത്തോട്ടേക്കൊരു ചായ്വ്, വലത്തോട്ടേക്ക് ചെരിഞ്ഞു. സൈക്കിൾ വേണ്ട, സൈക്കിൾ ഒരു ഭാരമാണ്. റാം പിന്നെയും പ്രശ്നമില്ല, നമുക്ക് ബാഗെങ്കിലും വെക്കാൻ നീക്കാതോ. എവിടെയോ നോക്കിയിട്ട് ഇങ്ങനെ നടക്കലാ. അതോ ഇങ്ങോട്ട് പോ, അമ്മ ഇങ്ങോട്ട് പോ.
സൈക്കിൾ അതൊരിപ്പോൾ സൈക്കിൾ എടുത്ത് തരും. അയ്യോ, ആദുവിനെ കൊണ്ട് നടക്കൽ ഇച്ചിരി ടാസ്ക്കാണ്. അതുകൊണ്ട് സൈക്കിൾ എടുക്കാൻ ഇവിടെ ബേബി സീറ്ററുള്ള സൈക്കിളുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് അപ്പോൾ അതെടുക്കാൻ കൂട്ടാണ് പോയിട്ടുണ്ട്. പെർ ഹവർ 48 രൂപ അങ്ങനെയുള്ളൂ, വലിയ റേറ്റൊന്നുമല്ല. പിന്നെ ഡെപ്പോസിറ്റ് ഉണ്ട്, അത് നമ്മൾ സൈക്കിൾ തിരിച്ചു കൊടുക്കുമ്പോൾ കിട്ടും. മാളിൽ പോയി അത്ര ഏരിയയിൽ ഇത് ഫുള്ള് വലിയ ഏരിയ ആയതുകൊണ്ട് ഇവനെ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുട്ടിയുടെ സൈക്കിൾ എടുക്കാൻ പോയിട്ടുണ്ട്, അച്ചെടുക്കാൻ പോയിട്ടുണ്ട് സൈക്കിള്. അച്ഛ സൈക്കിൾ എടുക്കാൻ പോയിട്ടുണ്ടോ? അച്ഛണ്ടോ? പിടിക്കും. ഞാനല്ല, ഇവന്റെ എത്തിക്കുന്നതാണ്. അടക്ക അങ്ങനെ ഇരിക്കും. ഇങ്ങോട്ടൊക്കെ സൈക്കിൾ പരിപാടി അടിപൊളി പരിപാടിയാണ്. അത് അവരെ എടുത്ത് നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓൾറെഡി നമ്മൾ ഈ സൂവിൽ ഒരുപാട് പ്രാവശ്യം വന്നിന്, അതുകൊണ്ട് ഫുള്ളൊന്നും നടന്ന് കാണുന്നൊന്നുമില്ല. പിന്നെ കുറച്ച് സമയം നമുക്ക് വന്നിട്ടിരിക്കാമല്ലോ അങ്ങനെ. പക്ഷെ ഇവിടെ എപ്പോഴും വരാൻ പറ്റാത്തതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 രൂപ എൻട്രി ഫ്രീ പെർ ഹെഡ്. എൻട്രി ഫീ പെർ ഹെഡ്. കുട്ടിക്കില്ല, 5 വയസ്സിൽ താഴെ കുട്ടിക്കില്ല. പക്ഷെ അത് ഭയങ്കര ഇതല്ലേ, നമ്മളെപ്പം വരുമ്പം ഈ 400 രൂപയെല്ലാം കൊടുത്ത് വരുവാന്ന് വെച്ചാൽ ഭയങ്കര വലിയ എമൗണ്ട് അല്ലേ. അത് ചെറിയ പൈസയും കുഴപ്പമില്ല. പക്ഷെ പണ്ടെല്ലാം എനിക്ക് തോന്നുന്നു 50-100 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു ഒറ്റയടിക്കാൻ കൂട്ടിയ. ഭയങ്കര സീൻ പോയി അവരങ്ങത്തിന്. ഞാനിവരെ വയ്യത്താലോടണം. ഇതിരിക്കുമ്പോൾ ഭയങ്കര വേല. എത്ര കാലം കഴിഞ്ഞ സൈക്കിളിന്റെ ബേക്കിലിരിക്കുന്നതാ അത്. നല്ല രസം. ഇതിന്റെ ഈ പരിപാടി ഫീത്തല്ലെങ്കിൽ നമ്മൾ വരും അല്ലേ. ഇതൊരുമാതിരി ഒരാൾക്ക് 200 രൂപ ഇച്ചിരി കൂടുതലല്ലേ ദാസാ. അങ്ങോട്ടൊന്നും എടുക്കണ്ട. മാനിനെ കണ്ട് ഇവിടെ മാനിനെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. മാന് മാത്രമല്ല നിറഞ്ഞിട്ട്. അത് വേണ്ട ഒരാളിനെ പോലെ മുന്നിൽ നടക്കും. ബാക്കിൽ എസ്കോർ ചെയ്യാം. അല്ല, ഒരാളിനെ പോലെ മുമ്പിൽ നടക്കുക, ഒരാളിനെ പോലെ മുന്നിൽ നടക്കും. നിങ്ങൾ എങ്ങോട്ട് വരുമോ? പോരാളി രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. നല്ല സുഖമായി സൈക്കിൾ എടുക്കാൻ. അത് നോക്കി അത് തിരിച്ചു നടന്നല്ലോ. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇതിനെ കണ്ടിട്ടില്ല. ഇത് അതന്നെയാ, പകുതി വരെ നടന്നിട്ട് ഇങ്ങോട്ട്. 2 ഉണ്ട്. ആ പകുതി വരെ നടന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ച് നടക്കാൻ നോക്കിയേ. അപ്പോൾ തിരിച്ച് നടക്കൂ, അധികം അങ്ങോട്ടേക്ക് പോവില്ല. കണ്ടാ ആളും തിരിച്ചെടുക്കുന്നേട്ടാ. 2 ഉണ്ട്. അത് നിന്ന് നോക്കിയാ. ഓ, നോക്കരുതോ. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഉള്ളിലിരുന്നു. അതിൻ്റെ കൂടങ്ങാന്താ ഒടിയാന്ന് കൂടാടിയിരുന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം. അതെന്നാ മാവു സൈക്കിളാരെ കൊണ്ടുപോ. ഇവിടെ നല്ലൊരു ഷെൽട്ടർ പോലെ സംഭവം ആക്കിയിട്ടുണ്ട്. ഫുഡെല്ലാം കഴിക്കപ്പോൾ അതിന് ഫുഡ് കൊടുത്തിട്ടില്ല. അത് മമ്മി ഒക്കെ നിൻ്റോ ഒന്നും ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ടൊരു മൂടിക്കെട്ടലുണ്ട്. ഫുഡ് ഇപ്പോൾ ആക്കിയതാന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം വരുമ്പോൾ ഈ സംഭവമില്ലേ, നല്ല സുഖം ഇരുന്നിട്ട് ഫുഡെല്ലാം കൊടുക്കാൻ. മുമ്പിൽ കരടീനെല്ലാം കണ്ടിട്ട് ഫുഡ് കൊടുക്കാം. ക്യാമറ ഇടാം. ആദ്യം ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ അവൻ ഉറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് പിന്നെ എടുത്തിട്ടിങ് വന്നപ്പോൾ ഫുഡ് ആക്കിയിട്ടിങ് എടുത്തു. വിശക്കുന്നുണ്ടോ കമ്മണിക്ക്? വിശക്കുന്നുണ്ടോ? ഞാനിങ്ങനെ കഞ്ഞി ആക്കിയിട്ടെടുത്തു. ഡ്രൈ ആക്കിയിട്ട് കഞ്ഞിയും ചെറുപയറും
ആയിരിക്കും. ഒരാൾ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നു, ഒരാൾ അതിനിടക്ക് അച്ഛനാണോ? അച്ഛൻ ബേക്കില്. നിങ്ങൾ പോയിട്ടാ, ഞാൻ ഫുഡ് കൊടുത്ത് പോയിട്ടാ. പക്ഷെ അതിനെ കൂടി കൂട്ടിയാൽ മതി. പക്ഷെ നല്ല രസമായിരുന്നു. കുഴപ്പമില്ല, അവന് ഫുഡ് കൊടുക്കണം, കഴിക്കുന്നുണ്ട്. ശരി. സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാ. എന്നുവെച്ചാൽ നല്ല തണലാണല്ലോ ഫുഡില്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ ഇപ്പം ഇതാണ് മെയിൻ പ്രശ്നം. ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പണ്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, 100 ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇപ്പം ഒരാൾക്ക് 200 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അല്ലേ. പിന്നെ ആദ്യം ഇപ്പം നല്ല രസമാണ് നടക്കാനുള്ളവരെ. പണ്ട് ഇവനെ കൊണ്ട് ആദ്യം വരുമ്പോൾ ഭയങ്കര ചെറുതായിരുന്നു. ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അമ്മയും അമ്മേൻ്റെ ഫ്രണ്ട് ഉണ്ട് നിശേച്ചെല്ലാം വന്ന സമയത്ത്. അപ്പം അന്നേരം കുഞ്ഞായിരുന്നു. അന്നേരം പിന്നെ ഇവനെ എടുത്തിട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ കുറച്ച് നമുക്ക് കൈ കടയുമ്പോൾ കുറച്ച് സമയം നടക്കുകയെല്ലാം ചെയ്യില്ലേ. പിന്നെ ഇവിടെ പ്രാമും കാര്യങ്ങളും പിന്നെ സൈക്കിള് അതുപോലെ ബഗ്ഗിയെല്ലാം ഉണ്ട് സംഭവം. നമുക്ക് ചെറിയ റേറ്റിന് സൈക്കിളെല്ലാം കിട്ടും. ഇതിപ്പം നമ്മളെടുത്ത സൈക്കിള് അതായത് ബേബി സീറ്ററും കൂടി ഉള്ളത് കൊണ്ട് 48 റുപ്പീസ് പെർ ഹവർ. അതല്ലെങ്കിലും 30 രൂപയുള്ളൂ സൈക്കിൾ പെർ ഹവർ കിട്ടുന്നത്. പിന്നെ എന്തോ ഡെപ്പോസിറ്റ് 300 രൂപ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് സൈക്കിൾ കൊടുക്കുമ്പോൾ അത് തിരിച്ചു തരും, അങ്ങനെയാണ്. പിന്നെ അതുമാത്രമല്ല സൈക്കിളെല്ലാം പ്രാമുണ്ട് കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന. എല്ലാത്തിനും ചെറിയ റേറ്റേ വരുന്നുള്ളൂ. അതിനൊന്നും ഭയങ്കര പൈസയില്ല. പക്ഷെ എൻട്രി ഫീ ഭയങ്കര. പക്ഷെ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യാനുള്ള സംഭവം ഇവിടെ ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈസൂർ സൂലെല്ലാം പോയി കഴിഞ്ഞാൽ അടുപ്പിച്ച് ഒരുപാട് കാണാനുണ്ട്. ഇതെന്ന് വെച്ചാൽ കുറേ നടന്നു കഴിയുമ്പോൾ മാത്രമേ ഒരു കാണാനുള്ളൂ. എന്തെങ്കിലും ഒരു അനിമലിനെയോ അല്ലെ ബേർഡിനെയോ അങ്ങനെ എന്തെങ്കിലും കാണാൻ കുറച്ച് നടക്കണം, അതാണ്. പക്ഷെ എന്താ പറയുക, നടക്കാൻ ഇഷ്ടമുള്ളവർക്കും പിന്നെ നേച്ചർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ചെറിയ വെയിലും കാര്യങ്ങളല്ലേ ഉള്ളൂ. ബഗ്ഗി ഉണ്ട് ബാക്കിൽ വന്നിട്ട്. അപ്പോൾ ബഗ്ഗിക്ക് 150 ആണ് ഫുള്ള് റൗണ്ട് ചെയ്യുന്നതിന്. പക്ഷെ അത് വലിയൊരു എമൗണ്ട് അല്ല. കാരണം ഇപ്പം വയ്യാത്ത ആളോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കൊച്ചുങ്ങളെ കൊണ്ടെല്ലാം വരുന്നുണ്ടെങ്കിൽ ഇപ്പം കുട്ടീനെ എടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബഗ്ഗി ആയാലും അത് അവർ ഓരോ സ്പോട്ടിലും നിർത്തും, എന്നിട്ട് കാണാനുള്ള ടൈം തരും. അതൊരു പ്രശ്നമില്ല. നമുക്ക് നടക്കാനാണല്ലോ ഇഷ്ടം. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. പക്ഷേ ചെന്നൈയിൽ വരുന്ന ആൾ ഒരിക്കലെങ്കിലും ഇത് ശരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് ഭയങ്കര അടുത്താണ്. ഒരു എന്താ പറയുക, നമ്മളെ വീട് വരുന്നത് പെരിങ്ങൽത്തൂരിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് വണ്ടല്ലൂർ. സൂവിൻ്റെ മുന്നിൽ തന്നെ നിർത്തുകയും ചെയ്യും. അപ്പം നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്ന. പിന്നെ ചെന്നൈയിൽ വരുന്നതാണെങ്കിൽ ചെന്നൈ അതായത് സെൻട്രലിൽ നിന്ന് കുറച്ച് നല്ല ദൂരമുണ്ട്, 1 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. ട്രെയിനിലാണെങ്കിൽ ബസ്സിലാണെങ്കിൽ ചിലപ്പം എന്താ പറയുക, ഇത് ട്രാഫിക്കെല്ലാം കൊണ്ട് കുറച്ച് അധികം ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരിക്കലെങ്കിലും ജസ്റ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ആദ്യം ഏകദേശം ഫുഡ് കഴിച്ച് കഴിയാറാകുമ്പോഴത്തേനും കൂട്ടാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടാണ്ട് പറഞ്ഞാൽ നീ എടുത്തോ കുറച്ചൊന്ന് സൈക്കിൾ. അപ്പം ഞാൻ സൈക്കിൾ എടുത്ത് 2 റൗണ്ട് കറങ്ങി. കാരണം പിന്നെ അങ്ങനെ നമുക്ക് ഇവിടുന്ന് എപ്പോഴും സൈക്കിൾ എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പോയി. പിന്നെ കുറേ നടക്കാനുള്ള സ്ഥലം എത്തുമ്പോൾ നമ്മളിങ്ങനെ സൈക്കിളിലാണ് പോകുന്നത്. സൂവിലിപ്പോൾ അവർ ഒരുപാട് റെനോവേഷനും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഷെൽട്ടേഴ്സ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാനെല്ലാം. പിന്നെ അതുപോലെ തന്നെ വെള്ളം കണ്ടോ, ആണ് അവിടെ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ റീഫിൽ ചെയ്യാനൊക്കെ പറ്റും. അത്യാവശ്യം നല്ല ഇടയ്ക്കിടയ്ക്ക് ഷെൽട്ടർ വേണം, അല്ലാണ്ട് തളർന്നു നല്ലതാണ്. അതിപ്പോ റീചാർജ് ആയിട്ടുണ്ട്, ഇത്ര സമയം മിണ്ടുന്നില്ലേ. ഇതൊരു നല്ല രസമുള്ള പരിപാടി. പക്ഷെ ചവിട്ടുന്നതൊക്കെ അത്ര നല്ല രസമില്ല. ഞാൻ വെറുതെ എടുത്ത് നോക്കി. നല്ല വേദനയാണ് കാലെല്ലാം. ഈ ഏരിയയിൽ ഇതാ പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇവിടുന്ന് അങ്ങോളം 1 2 സാധനങ്ങൾ. അത് കഴിഞ്ഞാൽ വെറുതെ കുറേ നടക്കണം. കുറുനരി മോഷ്ടിക്കരുത്. മണിയും ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു വീട്. പക്ഷെ നല്ല അടിപൊളി സ്മൂത്ത് വണ്ടിയാണ് കേട്ടോ. സ്മൂത്തിന് ഇത്ര കൂടുതൽ ഇപ്പം എന്താ പറയാ, വണ്ടിക്കോണില്ല. ഞാൻ ബാക്കിലിരുന്ന് ഓണടിക്കണ കൊട്ടാണ്. ഞാൻ ബാക്കിലിട്ടൊക്കെ ആ നിലവിളി ശബ്ദം വിടാന്ന് പറയേണ്ടി വരും. ഇവിടെ മയിലിൻ്റെ ഒച്ച കേട്ടാ. ഇതിനുള്ളിലെല്ലാം മയിലുണ്ട്, ഒച്ചപ്പാടും ബഹളവും. കാണുന്നില്ല പക്ഷെ ഒന്നിന് ഉള്ളിലെല്ലാം ഉണ്ട് മയിൽ.
ഈ ഏരിയ ആണ് കുറേ വെറുതെ അല്ലേ, വെറുതെ ഇല്ല ഏരിയ ആണ് ഈ ഏരിയ. അത് ഇവിടുന്ന് കാണാനുള്ള ഒന്നുമില്ലല്ലോ. മയിലിൻ്റെ ഒച്ചയുണ്ട് കേട്ടോ, മരത്തും വന്നാ പാട്ടെല്ലാം പാടുന്നുണ്ടല്ലോ. പി 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 പി. ഓ ഹോൺ അടിക്കുന്നയാ, ഇത് കയറ്റം പോലെയല്ലോ കേട്ടാ. ഞാൻ ഇറങ്ങണ നമ്മൾ ലെപ്പേഡിനെ കാണാൻ വന്നിട്ടുള്ള കണ്ടോ, ലെപ്പേഡ് അതിൻ്റെ ഉള്ളിലുള്ള കണ്ട ലെപ്പേഡിനെ കണ്ടാടൂ. മൈ ഗോഡ്, കണ്ടോ അമ്മ ഒച്ചാക്കുന്നുണ്ടാടൂ, ഒച്ചാക്കുന്നുണ്ടോ? എവിടേക്കാണ് വരുന്നത്? അതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ? നീ ഒരു നടന്നു വരുന്നു നോക്കിയോ, അമ്പൂ നടന്നു വരുന്നു നോക്കിയാ, അത് കാണുന്നുണ്ടോ? അമ്പമ്പൂ പോയിട്ട് കണ്ടോ, ആടുവിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടോ, നടന്നു പോകുന്നുണ്ടോ? അച്ഛ കാണിച്ചു കൊടുത്തട്ടെ, അച്ഛ കാണിച്ചു കൊടുക്കേ. ലെപ്പേഡില്ലേ, ബോബോ അല്ലല്ലോ ശരിക്കാണ്ട് ഇങ്ങോളം അതിന് മേലേക്ക് ഇരുന്ന് ആയിക്കോട്ടെ റെസ്റ്റിലാ. അണ്ണാന് ആ കാക്കേന വല്ലാണ്ടങ്ങ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കണ്ടോ, അങ്ങനെ നിൽക്കാൻ വിടുന്നില്ല. അമ്പോ അതിന് നിൽക്കാൻ വിടുന്നില്ല. അത് കണ്ടോ, അതിപ്പോൾ ചാടി വീഴും എൻ്റെ മേലെ. ആ അണ്ണാനിങ്ങനെ കുത്തി അതിനെ നിൽക്കാൻ വിടുന്നില്ല ആ കാക്കേന. കണ്ട നോക്കറ കൂട്ടാടാ, നല്ല രസമുണ്ടല്ലേ ആളെ. മങ്കി അത് മങ്കി അടക്കടക്കുന്ന നിർത്ത്. അത് മങ്കി അത് മങ്കീനെ കണ്ട, മങ്കി ആ മങ്കി. ഇതിവിടെ മങ്കിയുണ്ട്. എന്താ ഇത്? റൈനോസർ അങ്ങനെയല്ലേ പറയാ? ആ തോന്നുന്നു. ഓ ഒരു വൃത്തിയും മനയില്ലാത്ത സാധനം. അമ്പോ ആദു അന്നാദു അന്ന അമ്പോ ഗൈസ് ജിറാഫ്. ആദ്യം ഒരു ജിറാഫ് ഇത്ര അടുത്ത് വന്നു നിന്നല്ലേ, കുറേ ദൂരെയായിരിക്കും. അതിൻ്റെ വീട് കണ്ടോ, ഹൈറ്റുള്ള വീട്. ഈ മയിലല്ലേ അത്? ഈ മയിൽ എപ്പോഴും ഇവിടെ ഉണ്ടാവും. ജിറാഫിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന സന്തത സഹചാരി. മാനും എല്ലാം ഉണ്ട് കേട്ടോ, മാനും മയിലും എല്ലാം ഉണ്ട്. 2 മയിലുണ്ട്. ഞാൻ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശത്തിൽ വന്നതല്ലാത്തത് കൊണ്ട് ഫോണിൽ ചാർജ് അധികം ചെയ്തിട്ടില്ല. പിന്നെ ഈ ഫോണ് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ അതുപോലെ നെറ്റ് ഓൺ ആയിരുന്നു, ഞാനത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ചാർജ് അങ്ങ് തീർന്നു. ഇവിടെ പിന്നെ എന്നാൽ എല്ലാ പ്രശ്നം കണ്ടതായതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മളിവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. പിന്നെ എന്താ പറയുക, ഈവനിങ് വ്ളോഗ് പോലെ ഇങ്ങനൊരു വ്ളോഗാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.